KT ജലീൽ ഒരു കടുങ്കൈ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? പെറ്റ തള്ള സഹിക്കൂല. സത്യം. ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപത്തിലാണ് പിണറായി വിജയനുള്ള വാഴ്ത്തുപാട്ട് അങ്ങനെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്നാലും ഏത് അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് എഴുതി പിടിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പലയിടങ്ങളിലായിട്ട് ഈ മഴക്കെടുതി വന്നതിന് ശേഷം പിണറായി വിജയനുള്ള വാഴ്ത്തുപാട്ടുകൾ കുറിപ്പുകളുടെ രൂപത്തിൽ വരുന്നുണ്ട്. അതിലേക്ക് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു വേർഷനായിട്ട് എനിക്കിത് തോന്നി. എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നോണം, ആർക്കും ഒന്നും സംഭവിക്കരുത്. പിന്നെ ആരും ചിരിക്കുകയും ചെയ്യരുത്. വളരെ സീരിയസ് ആയിട്ട് ഇക്ക പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. തുടക്കം എങ്ങനെയെന്ന് അറിയാമോ? മാപ്പിരക്കുക അയാളോട്! എക്സ്ക്ലമേഷൻ മാർക്ക്. നമ്മൾ മാപ്പ് ചോദിക്കണമെന്ന് പിണറായിയോട്. അതാ തുടക്കം. 10 കൊല്ലം ഒരു രക്ഷിതാവിനെ പോലെ വരെയൊക്കെ നിശബ്ദരാക്കി. അങ്ങനെ ഒരു കറക്ഷൻ വേണമായിരുന്നു. പ്രതിസന്ധികളുടെ നാളുകളിൽ ഓരോ ദിവസവും സന്ധ്യാസമയമാകുമ്പോൾ ടിവിക്ക് മുമ്പിൽ കണ്ണും നട്ട് സ്ത്രീകളും കുട്ടികളും യുവാക്കളും യുവതികളും അമ്മൂമ്മമാരും മുത്തച്ഛന്മാരും ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും കാതുകൂർപ്പിച്ചിരുന്നത് മൈക്കിൾ ജാക്സന്റെ ആട്ടവും പാട്ടും ആസ്വദിക്കാനായിരുന്നില്ല. അയാളെ ഒരു നോക്ക് കാണാനും കേൾക്കാനുമാണ്. പിണറായി വിജയനെ ഒരു നോക്ക് കാണാനും ആ ശബ്ദം ഒന്ന് കേൾക്കാനുമായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും. മൈക്കിൾ ജാക്സന്റെ ആട്ടം കാണാനല്ലോ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്. നമ്മളുടെ ഒന്നും കൺമുന്നിൽ നമ്മൾ കണ്ടതൊന്നും സത്യമായിരുന്നില്ല. നമ്മുടെ ഒന്നും കണ്ണുകളെ നമ്മൾ വിശ്വസിച്ചുകൂടാ. നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സും നമ്മുടെ തലച്ചോറും ഒക്കെ നമ്മളോട് സ്ഥിരമായിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറിയല്ലോ. എന്റെ പൊന്നിക്ക, ഇതിനേക്കാളും ഭേദം പറയുന്നില്ല.